ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ കുറേ പേര് സംശയം ചോദിച്ചു അല്ലെങ്കിൽ കമന്റ് ചോദിച്ചു വരുന്നതാണ് നമുക്ക് എ സിക്ക് പറ്റിയ സ്റ്റെബിലൈസർ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്ന കുറച്ച് ബെസ്റ്റ് എ സി സ്റ്റെബിലൈസേഴ്സ് ആണ്. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ 1.5 ടൺ ആയിക്കോട്ടെ, 1 ടൺ ആയിക്കോട്ടെ, 2 ടൺ ആയിക്കോട്ടെ, നമുക്ക് എല്ലാത്തിനും സെപ്പറേറ്റ് സ്റ്റെബിലൈസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ കുറേ പേര് സംശയം ചോദിക്കുന്നതാണ്, കുറേ എ സികൾ നമുക്ക് സ്റ്റെബിലൈസർ ഫ്രീ എന്നൊക്കെ പറഞ്ഞ് സ്റ്റിക്കറും സംഭവങ്ങളൊക്കെ നിങ്ങൾ ഫ്രിഡ്ജുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും ആക്ച്വലി ഇപ്പോഴത്തെ അപ്ലയൻസസിലൊക്കെ സ്റ്റെബിലൈസർ ഫ്രീ, അത് എല്ലാത്തിലും അല്ല, ചിലതിൽ സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷൻ നമുക്ക് സെപ്പറേറ്റ് കുറച്ച് ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ഹൈ എൻഡ് ഡിവൈസിലൊക്കെ ഉണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് അതിൽ തന്നെ വോൾട്ടേജ് ഫ്ലക്ച്വേഷനെ മാറ്റിയെടുക്കാനുള്ള ECB സംഭവങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് ഫുള്ളി ഞാൻ എന്തായാലും അതിനെ റിലയബിൾ ആക്കി പറയില്ല. എന്താ വെച്ചാൽ നമുക്ക് നിങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ എന്തായാലും നമ്മുടെ ഇലക്ട്രിസിറ്റി ഒന്നും സ്റ്റേബിൾ അല്ല. നല്ല ഇടയ്ക്കിടയ്ക്ക് ഹൈ വോൾട്ടേജ് വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ലോ വോൾട്ടേജ് വരുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് കുറച്ച് കാലം മുമ്പൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ലോ വോൾട്ടേജ് വന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനത്തെ ടൈമിലൊക്കെ നമ്മുടെ ഈ അപ്ലയൻസസ് അടിച്ചു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അത് ബോർഡ് മാത്രമല്ല, മൾട്ടിപ്പിൾ പാർട്സുകൾ എഫക്ട് ചെയ്തിട്ട് അടിച്ചു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അത് വാറന്റി ഉണ്ടെങ്കിൽ കൂടെ ചിലപ്പോൾ ഇങ്ങനത്തെ കംപ്ലൈൻസും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂ വന്ന് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രാൻഡ് വാറന്റി തരണമെന്നൊന്നുമില്ല. മെജോറിറ്റി ബ്രാൻഡുകളും എന്നിട്ട് നമ്മുടെ എന്താ പറയുക വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഒന്നും അടിച്ചു പോയി കഴിഞ്ഞാൽ വാറന്റി തരില്ല കേട്ടോ. PCB വാറന്റി ഉണ്ടായാലും കംപ്രസർ നോർമലി പോകാറില്ല, എന്നാലും പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ലല്ലോ. ഹൈ വോൾട്ടേജ് ഒക്കെ വന്ന് ചിലപ്പോൾ ഫുൾ പാർട്സ് പോവാം. നിങ്ങൾക്ക് അറിയാം വീഡിയോട്ടൊക്കെ വരുമ്പോൾ പോകാൻ പറ്റില്ല, അതുപോലെ തന്നെ. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി സേഫർ സൈഡ് എന്ന് പറയുന്നത് സ്റ്റെബിലൈസർ വെക്കുക തന്നെയാണ്. ഇപ്പോൾ സ്റ്റെബിലൈസർ വാങ്ങിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഭയങ്കര എമൗണ്ട് ഒന്നും ചിലവാക്കുന്നില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3000 വേണ്ട, ശരിക്കും 2000 2500 താഴെയൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ അപ്ലയൻസസ് എന്തായാലും നമ്മൾ ഒരു കൊല്ലത്തേക്ക് ഒരു 6 മാസത്തേക്ക് ഉപയോഗിക്കാനല്ല വാങ്ങിക്കുന്നത് ECകളൊന്നും. അപ്പോൾ നമ്മളെന്തായാലും ഒരു 5 കൊല്ലം 6 കൊല്ലം 7 കൊല്ലമൊക്കെ, ചിലർ 10 കൊല്ലമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു സ്റ്റെബിലൈസർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ കിട്ടാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ ഡിവൈസുകളിലേക്ക് നമുക്കിപ്പോൾ സ്റ്റെബിലൈസർ ഇല്ലാത്ത പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമുക്ക് വോൾട്ടേജ് ഫ്ലക്ച്വേഷനൊക്കെ ഓട്ടോമാറ്റിക്കലി റീസെറ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് സംഭവങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പക്ഷേ സേഫർ സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക ഇത് വാങ്ങിച്ച് വെക്കുന്നത് തന്നെയാണ് സ്റ്റെബിലൈസർ. ഞാനൊക്കെ സ്റ്റെബിലൈസർ വെച്ചിട്ട് ഞാൻ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ AC ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, വാഷിംഗ് മെഷീനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ത്രെഡ്മില്ല് റീസെന്റ് വാങ്ങിച്ചിട്ടുണ്ട്, അതിനും വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതിനൊക്കെ സേഫർ സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ അത് തന്നെയാണ്. എന്ന് വെച്ചാൽ എനിക്കെന്നറിയാം, നമ്മുടെ ഇവിടെ നല്ല വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഈവനിങ് ടൈമിലൊക്കെ നല്ല വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും സേഫർ സൈഡ് നിങ്ങളുടെ ഡിവൈസ് നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റെബിലൈസർ ഒക്കെ നല്ലത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിത് പറയാൻ പോകുന്നത് ഒരു ടോപ്പ് കുറച്ച് അല്ലെങ്കിൽ ടോപ്പ് 3 അല്ലെങ്കിൽ ടോപ്പ് 5 ACസിനെ കുറിച്ച് സ്റ്റെബിലൈസറിനെ കുറിച്ചാണ് 4 ACs നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് മൈക്രോടെക്കിന്റെ സ്റ്റെബിലൈസർ. ഇപ്പോൾ AC എന്ന് പറയുന്നത് മൈക്രോടെക്കിന്റെ സ്റ്റെബിലൈസറിനെ കുറിച്ച് തന്നെയാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് മൈക്രോടെക്കിന്റെ തന്നെയാണ് കേട്ടോ. നമ്മുടെ മെയിൻ റൂമിൽ സംഭവം എനിക്കിവിടെ കാണിച്ചു തരാൻ പറ്റില്ല, എന്ന് വെച്ചാൽ എൻ്റെ സ്റ്റെബിലൈസറൊക്കെ പുറത്താണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ആമസോണിൽ വാങ്ങിച്ചു തന്നെയാണ്. നമുക്ക് അതിൻ്റെ ടണ്ണേജ് അനുസരിച്ച് നമുക്ക് മൈക്രോടെക്കിൻ്റെ അവൈലബിൾ ആണ്. നമുക്കൊരു 1.5 ടണ്ണിൻ്റെ അണ്ടറിൽ വരുന്ന AC ആണെങ്കിൽ നിങ്ങൾക്ക് മൈക്രോടെക്കിൻ്റെ EM4160 എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക് വോൾട്ടേജ് ഡിജിറ്റൽ ഡിസ്പ്ലേ ഉള്ള സ്റ്റെബിലൈസർ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഓൾമോസ്റ്റ് ഒരു 2200 ആ റേഞ്ചൊക്കെ പ്രൈസ് വരുന്നുള്ളൂ. ഡിജിറ്റൽ മൈക്രോടെക്ക് നിങ്ങൾക്ക് അറിയാം, എൻ്റെ ഇൻവെർട്ടറും മൈക്രോടെക്ക് തന്നെയാണ്. ഞാൻ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതും ഒരു കംപ്ലൈൻറ്റും ഇല്ല. മൈക്രോടെക്ക് എന്ന് പറയുന്നത് ഒരു ചൈനീസ് ബ്രാൻഡാണ്, പക്ഷേ മൾട്ടിനാഷണൽ കമ്പനിയാണ് കേട്ടോ മൈക്രോടെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് വിചാരിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടത്. ഇതിൻ്റെ വോൾട്ടേജിൻ്റെ റേഞ്ച് വരുന്നത് 160 വാട്ടേജ് ടു 285 വാട്ടേജ് ആണ് വരുന്നത് കേട്ടോ. ഇത് മെറ്റാലിക് ഗ്രേയിലും അതുപോലെ തന്നെ വൈറ്റിലൊക്കെ അവൈലബിൾ ആണ്, പേൾ വൈറ്റിലെ സംഭവത്തിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ ബ്രാൻഡ് എന്ന് പറയുന്നത് വോൾട്ടാസിൻ്റെ വോൾട്ടേജ് സ്റ്റെബിലൈസറൊക്കെ ഉണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്താ പറയുക ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണ്. 3 കൊല്ലം വാറന്റി വരുന്നുണ്ട്, 3500 പ്രൈസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഡിസ്പ്ലേ ഒരു ചെറിയ ഡിസ്പ്ലേ നമുക്ക് ഇതിൻ്റെ മുമ്പിൽ അവൈലബിൾ ആണ്. 150 to 280 വാട്ടിൻ്റെ വോൾട്ടിൽ വരുന്ന സ്റ്റെബിലൈസർ ആണ് സംഭവം. വോൾട്ടാസും കലായിരിക്കും. പിന്നെ ഞാൻ അടുത്ത് പറയേണ്ടത് ടാറ്റയുടെ ബ്രാൻഡാണ്. പിന്നെ വരുന്നതാണ് എവറസ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. എവറസ്റ്റിൻ്റെ സ്റ്റെബിലൈസറാണ് ഞാൻ TVയിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ എവറസ്റ്റിൻ്റെ ഒരു EV400 എന്ന് പറഞ്ഞൊരു 1.5 ടണ്ണിൻ്റെ അണ്ടറിൽ വരെ അപ് ടു 1.5 ടണ്ണിൽ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെബിലൈസറാണ്. ഇതിലും ഡിസ്പ്ലേ ഉള്ള മോഡൽ തന്നെയാണ്. ഞാൻ എന്തായാലും ലിങ്ക് കാർഡിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2900 ആ റേഞ്ചൊക്കെ പ്രൈസ് വരുന്നുണ്ട് കേട്ടോ. 4 കിലോവാട്ടിൻ്റെയാണ്. അപ്പോൾ അത് നമുക്ക് കിലോവാട്ടിൻ്റെ എന്താ പറയുക റേഞ്ച് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് സെലക്ട് ചെയ്തിരിക്കാം. ഞാൻ എന്തായാലും ലിങ്ക് കാർഡിൽ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് V-Guard ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ V-Guard എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ എൻ്റെ ACക്ക് ഞാൻ ആദ്യം വെച്ചാൽ V-Guard ആണ്. ഒരു കൊല്ലം ആയില്ല അപ്ലിക്കേഷൻ അടിച്ച് പോയി സാധനം. എന്ന് വെച്ചാൽ പണ്ടത്തെ ക്വാളിറ്റി ഇപ്പോൾ V-Guard ഇല്ല, ചുമ്മാ ലുക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.
പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാൻഡീസ് എന്ന ബ്രാൻഡ് അവൈലബിൾ, അതും കുഴപ്പമില്ലാത്ത ബ്രാൻഡ് തന്നെയാണ്. കാൻഡീസ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് 5 കിലോ ഉണ്ടതിന് 2 ടൺ വരെ അതിനുള്ളതിന് 3300 രൂപയ്ക്ക് നമുക്ക് അവൈലബിൾ ആണ്, ആമസോണിൽ അവൈലബിൾ ആണ്. വിഗാർഡിന്റെ കുറെ ബ്രാൻഡുകളുണ്ട്, മോഡൽസുകളുണ്ട്, ബ്രാൻഡ് അല്ല. വിഗാർഡിന്റെ ഡിനോർ എന്ന് പറഞ്ഞ സാധനം അത്യാവശ്യം ലുക്ക് ഒരു UPS പോലത്തെ ഒരു ലുക്കുള്ള ഒരു മോഡലാണ് ഡിനോർ എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് മാഗ്നോ എന്നൊരു മോഡലുണ്ട്, അത് ഏറ്റവും വില കുറഞ്ഞു, ഒരു 2000 രൂപ റേഞ്ചൊക്കെ പ്രൈസ് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് VG400 എന്നൊരു മോഡലുണ്ട്. അവർക്ക് കുറേ മോഡലുണ്ട്, 4500 5000 രൂപയുടെയൊക്കെ ഉണ്ട്. നമുക്ക് ഡിസ്പ്ലേക്ക് വെക്കാൻ പറ്റുന്ന നല്ല ലുക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രം വേണമെങ്കിൽ ഏറ്റവും വളരെ റേറ്റ് കുറഞ്ഞ മാഗ്നോ എന്നൊരു മോഡൽ വാങ്ങിച്ചു വയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന, ഞാൻ ഉപയോഗിക്കുന്ന, അത് ഉപയോഗിച്ചിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതാണ്, ചുമ്മാ പറയുന്നതല്ല, നമ്മൾ ഉപയോഗിച്ചിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന കുറേ സ്റ്റെബിലൈസറുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് മൈക്രോടെക് തന്നെയാണ്. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ അവൈലബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ മെയിൻ ചാനലിൽ നമ്മുടെ ഒരു AC ഫുൾ വീഡിയോസ് ഇട്ടുണ്ട്, എങ്ങനെ നിങ്ങൾക്ക് AC സെലക്ട് ചെയ്യാനൊക്കെ ഞാൻ ഫുൾ വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടുണ്ട്, കാണാൻ മറക്കണ്ട കേട്ടോ. ലിങ്ക് അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യുക. GHH വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. നമ്മളതിൽ മൂവി ന്യൂസ്, ഫിലിം ന്യൂസ്, ടെക്നിക്കൽ ന്യൂസ് ഒക്കെ ഇടുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും, ഇൻഫോർമേറ്റീവ് ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് ഷെയർ ചെയ്യാം. അടുത്ത കാണാം. ബൈ.